യൂണിറ്റ് 7 മെട്രിക്സസ് 1 എന്ന് പറയുന്ന യൂണിറ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരെ തീർന്നു അല്ലേ. ഇനി നോക്കൂ, വേരിയസ് ടൈപ്സ് ഓഫ് മെട്രിസസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് മെട്രിസസ്. അപ്പോൾ ഏതൊക്കെയാണത്? ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, അതായത് ടി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് n/n ആയിരിക്കും. n നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിലെ ഇപ്പോൾ T11 ഞാൻ ഇങ്ങനെ എഴുതാം കേട്ടോ. ആ മെട്രിക്സ് ഞാൻ എഴുതാം. ഈക്വൽ ടു എങ്ങനെ എഴുതാം? T11 T12 അപ് ടു T1n. അടുത്ത് T21 T22 അപ് ടു T2n. ഇങ്ങനെ Tn1 Tn2 അപ് ടു Tnn. നിങ്ങൾ ഈ ഒരു റോ നോക്കൂ, അല്ലെങ്കിൽ ഈ ഒരു ഡയഗണലായിട്ട് കിടക്കുന്ന ആളുകളെ നോക്കൂ. ഈ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ ഇൻഡെക്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ? എപ്പോഴും സെയിം ആയിരിക്കും. സോ Ti എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ Tjj എന്ന് പറഞ്ഞാൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് കയ്യിലുണ്ടാവണം. ഇനി രണ്ടാമത്തെ ടൈപ്പ് മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് അതായത് ഇവിടെ നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെൻ്റ് എല്ലാം, ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെൻ്റ് എല്ലാം 0 ആയിരിക്കും. ഓക്കെ, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഒരു 1 0 0 0 2 0 0 0 9. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, നൗ അടുത്ത ടൈപ്പാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. തേർഡ് വൺ, ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ I. അതായത് നമ്മൾ 1 എന്ന് പറയില്ലേ സാധാരണ, അതിന് പകരമായി മെട്രിക്സിൽ ഉപയോഗിക്കുന്ന ആളാണ് ഐഡൻറ്റിറ്റി. ദാറ്റ് ഈസ്, ഉദാഹരണത്തിന് ഇപ്പോൾ 1 ഡയമെൻഷൻ ആണെങ്കിൽ നമ്മൾ 1 എന്ന് പറയും 1/1 മെട്രിക്സിനകത്ത്. 2/2 ആവുമ്പോൾ 1 0 0 1 എന്നാണ് എഴുതുക. ഓക്കെ, I ഈക്വൽ ടു 1, I ഈക്വൽ ടു 1 0 0 1 ഫോർ ഏതിന്? 2/2 മെട്രിക്സിൽ. അതുപോലെ I ഈക്വൽ ടു 3/3 എന്തായിരിക്കും? 1 0 0 0 1 0 0 0 1 ഏതിൽ? 3/3. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്, ഡയഗണൽ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡയഗണൽ മെട്രിക്സ്. ഓൾ ഐഡൻറ്റിറ്റി മെട്രിക്സസ് ആർ ഡയഗണൽ മെട്രിക്സസ്, ബട്ട് നോട്ട് ഓൾ ഡയഗണൽ മെട്രിക്സസ് ആർ ഐഡൻറ്റിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡയഗണലാണ്, പക്ഷേ ഇത് ഡയഗണലെല്ലാം 1 അല്ല, അതുകൊണ്ട് തന്നെ അത് ഐഡൻറ്റിറ്റി അല്ല. ഓക്കെ, നൗ ഇതിലെ എലമെൻറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എലമെൻറ്റ് ഓഫ് I സം Aij എന്ന് പറയുന്നത് ഡെൽറ്റ Ij ആണ്. എന്താണ് ഡെൽറ്റ Ij? ക്രോണക്കർ ഡെൽറ്റ ഫംഗ്ഷൻ ആണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ക്രോണക്കർ ഡെൽറ്റ ഫംഗ്ഷൻ എപ്പോഴാണോ 1 ആവുക? Iയും Jയും ഈക്വൽ ആവുമ്പോൾ. 0 ആവുമ്പോഴാണ് Iയും Jയും ഈക്വൽ അല്ലാത്തപ്പോൾ. അതായത്
ഡയഗണൽ എലമെന്റ് ആണെങ്കിൽ ഐ എന്ന് വരും. അപ്പോൾ ഐയും ജെയും ഈക്വൽ ആയി 1 വരും. ഡെൽറ്റ 1 വരും. ഐയും ജെയും ഈക്വൽ അല്ലെങ്കിൽ 0 വരും. സോ ഇങ്ങനെ ക്രോണക്കർ ഡെൽറ്റ ഫംഗ്ഷൻ വെച്ചിട്ടും നമുക്ക് ഐഡന്റിറ്റി മാട്രിക്സിന്റെ എലമെന്റ്സിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, നൗ ഇനിയുള്ളതാണ് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ്. ആൻഡ് ലോവർ ട്രയാങ്കുലർ. അപ്പർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ ഡയഗണലും അതിന് മുകളിലുള്ള ആളുകളും ഉണ്ടാവും, താഴെയുള്ളവരെല്ലാം 0 ആയിരിക്കും. ലോവർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഡയഗണലും താഴെയുള്ളവരും ഉണ്ടാവും, മേലെ ഉള്ളവർ 0 ആയിരിക്കും. എക്സാമ്പിൾ ഞാൻ എഴുതാം. അപ്പറിന് എ ബി സി 0 ഡി ഇ 0 0 എഫ്. ഇതിന് അപ്പർ ഭാഗമുണ്ട് അല്ലേ, ഡയഗണലും മേലോട്ടും ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. സോ ദിസ് ഈസ് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ്. ഇതുപോലെ തന്നെ നമുക്ക് ഇത് അപ്പറാണ്. ഇനി ലോവർ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് തന്നെ ഉപയോഗിക്കാം. എന്താ? എ ബി സി ഡി ഇ എഫ്. ഇത് ലോവർ ട്രയാങ്കുലർ മാട്രിക്സ്. ഓക്കെ, നൗ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 മെട്രിക്സുകളിലേക്കാണ് കിടക്കുന്നത്. അതിനു മുന്നേ അതുമായിട്ട് ആവശ്യപ്പെട്ട 2 ഓപ്പറേഷൻസ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. എന്താണ് ട്രാൻസ്പോസ്? ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോകളെ കോളമാക്കുക, കോളങ്ങളെ റോയാക്കുക. എക്സാമ്പിൾ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബി സി ഡി ഇ എഫ്. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആവും എ ബി സി, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആവും ഡി ഇ എഫ്. ഇതാണ് ട്രാൻസ്പോസ്. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ട്രാൻസ്പോസ് ആണ് കാണുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ട്രാൻസ്പോസ് എടുക്കുന്നതും ബി ട്രാൻസ്പോസ് എടുത്ത് എ ട്രാൻസ്പോസ് എടുത്ത് ബി എ എന്ന് ചെയ്യുന്നതും ഈക്വൽ ആണ്. ഓക്കെ, അത് മറന്നു പോകരുത്, ശ്രദ്ധിക്കണം. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലേ, അതായത് എ ബി ഈക്വൽ ടു ബി എ അല്ല കേട്ടോ, മറന്നു പോകരുതേ. എ ബി ഈക്വൽ ടു ബി എ അല്ല. സോ നമുക്ക് എന്താ പറയാം? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് അല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസ്പോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഞാൻ പുതിയൊരു തരം മെട്രിക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സിമ്മെട്രിക് മെട്രിക്സ്, ആൻറ്റി സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരാളും അയാളുടെ ട്രാൻസ്പോസും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ആൻറ്റി സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആയിരിക്കും, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മൈനസ് എ ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി അതുപോലെ വരുന്ന അടുത്ത ആളാണ് കോംപ്ലക്സ് കോൺജുഗേറ്റ്. കോംപ്ലക്സ് കോൺജുഗേറ്റ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ സപ്പോസ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കേസിൽ z ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ z സ്റ്റാർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി ആണ്. അതായത് റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു റിയൽ ആക്സിസ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഐന് മൈനസ് ഇടുക. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മാട്രിക്സിലേക്ക് എടുത്തു കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. സപ്പോസ്
സം മെട്രിക്സ് എ എന്ന് പറയുന്നത് 1 പ്ലസ് ഐ 0 to i ആണ് എന്ന് വിചാരിക്കുക. ദെൻ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇതിൽ നിന്ന് നമുക്ക് എ സ്റ്റാർ എഴുതാം. എ സ്റ്റാർ എന്ത് വരും? എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഐ 0 മൈനസ് 2i. ഐ ഇല്ലാത്ത ടേം അതുപോലെ നിൽക്കും, ഐ ഉള്ളതിന് മൈനസ് വരും. ഓക്കെ നൗ ഇത് രണ്ടും കൂടി ഞാൻ കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? അതിന് മുന്നേ ഇവിടുത്തെ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാം. എ ബി ഓൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ഇൻറ്റു ബി സ്റ്റാർ ആണ്. ഓക്കെ, ഇവിടെ എന്ത് ഇല്ല, തിരിയുന്നില്ല കേട്ടോ. നേരത്തെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആയി. ഇവിടെ അങ്ങനത്തെ തിരിച്ചിലില്ല. അപ്പോൾ അത് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ നൗ ഇപ്പോൾ നമ്മൾ പഠിച്ച രണ്ടാളുകളുണ്ടല്ലോ, ഏതൊക്കെ? കോംപ്ലക്സ് കോൺജുഗേറ്റും അതുപോലെ തന്നെ ട്രാൻസ്പോസും. ഇതിനെ രണ്ടിനെയും കൂടി ഞാൻ കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആയാൽ ആ ഓപ്പറേഷനെ നമ്മൾ വിളിക്കും കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. കോൺജുഗേറ്റ് ട്രാൻസ്പോസ് അല്ലെങ്കിൽ ഹെർമീഷ്യൻ കോൺജുഗേറ്റ്. വിച്ച് മീൻസ് ഞാൻ പുതിയ ഒരു ഓപ്പറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എ ഡാഗർ. ഡാഗർ നമ്മുടെ വാളില്ലേ, അതുപോലെയല്ലേ? ടി എന്ന് എഴുതരുത്, ടി അല്ല, പകരം കുറച്ച് ഇറക്കിയിട്ട് വേണം ഈ സാധനം ഇടാൻ. സോ എ ഡാഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എയുടെ ട്രാൻസ്പോസിൻ്റെ കോൺജുഗേറ്റ് ആണ്, അല്ലെങ്കിൽ എയുടെ കോൺജുഗേറ്റിൻ്റെ ട്രാൻസ്പോസ് ആണ്. അതെങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ആദ്യം കോൺജുഗേറ്റ് എടുത്ത് ട്രാൻസ്പോസ് എടുത്താലും കുഴപ്പമില്ല, അതല്ല ആദ്യം ട്രാൻസ്പോസ് എടുത്ത് കോൺജുഗേറ്റ് എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു എ എടുക്കുകയാണ്. എ ഈക്വൽ ടു എ പ്ലസ് ഐ ബി സി ഡി ഐ. ഒരു എലമെൻ്റ് കൂടി എഴുതാം, ഇ 2 മൈനസ് ഐ. റാൻഡമായിട്ട് എഴുതാട്ടോ, ഞാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതിൽ. ഇതിൻ്റെ എ ഡാഗർ എന്ത് വരും? എ ഡാഗർ കാണണമെങ്കിൽ ആദ്യം എ സ്റ്റാർ എഴുതാം, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് എഴുതാം, ഏതായാലും കുഴപ്പമില്ല. എ സ്റ്റാർ എന്ത് വരും? എ മൈനസ് ഐ ബി സി ഇ ഡി മൈനസ് ഐ 2 പ്ലസ് ഐ. ഇനി ഈ എ സ്റ്റാറിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ എന്ത് വരും? ആദ്യത്തെ റോ ആദ്യത്തെ കോളാവും. എ മൈനസ് ഐ ബി സി ഇ ഡി മൈനസ് ഐ 2 പ്ലസ് ഐ. ഇങ്ങനെയാവും. ഇതാണ് എന്ത്? എ ഡാഗർ. ഇങ്ങനെയാണ് എ ഡാഗർ കണ്ടുപിടിക്കുക. വളരെ റാൻഡമായിട്ടാണ് ഞാൻ എഴുതിയത്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഏത് എഴുതിയാലും നിങ്ങൾക്ക് കാണാം. ഓക്കെ നൗ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും രണ്ട് തരം മാട്രിക്സുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആരൊക്കെയാണ്? ഹെർമീഷ്യൻ ആൻഡ് ആൻറ്റി ഹെർമീഷ്യൻ മാട്രിക്സ്. ഹെർമീഷ്യൻ എന്ന് പറഞ്ഞാൽ സം എച്ച് എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്. അതിൻ്റെ ഡാഗറും എച്ചും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എ ഡാഗർ ഈക്വൽ ടു എ ആയിരിക്കും. ഞാൻ ഹെർമീഷ്യൻ ആയതുകൊണ്ട് എച്ച് എന്ന് എടുത്തു, ഇനിയിപ്പോൾ എ തന്നെ എഴുതാം, കുഴപ്പമില്ല. ഹെർമീഷ്യൻ ആണെങ്കിൽ അതിൻ്റെ ഡാഗറും അതും ഈക്വൽ ആയിരിക്കും. ഇനി ആൻറ്റി ഹെർമീഷ്യൻ ആണെങ്കിൽ എ ഡാഗർ എന്ന് പറയുന്നത് മൈനസ് എ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഞാനൊരു കാര്യം പറയാൻ വിട്ടു. എന്താണ് അത്? ഇവിടെ എഴുതാൻ എ ബി ഓൾ ഡാഗർ എന്ത് വരും? ബി ഡാഗർ എ ഡാഗർ. ഓക്കെ, ഇത് വിട്ടുപോകരുത്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ടെർമിനൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിലെ പ്രൂഫിന് വേണ്ടി
അല്ലെങ്കിൽ ചില സ്റ്റെപ്പിന് വേണ്ടി ആവശ്യമുണ്ട്. ഇത്തരം റിസൾട്ട് ഒന്നും മറന്നു പോകരുത് കേട്ടോ. സോ അത്രയേ ഉള്ളൂ. ഇനി 2 ടൈപ്പ് മെട്രിക്സുകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഓർത്തോഗണൽ മെട്രിക്സ്. ഓർത്തോഗണൽ മെട്രിക്സ്. ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൾട്ടിപ്ലൈഡ് വിത്ത് ഇറ്റ്സ് ട്രാൻസ്പോസ് വിൽ ഗിവ് 1. ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഉത്തരം കിട്ടും. 1 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നേരെ തിരിച്ചു കേട്ടോ, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ലേ. എ ട്രാൻസ്പോസ് എ എന്ന് പറഞ്ഞാലും 1 തന്നെയായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ദെൻ എ ഈസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം. എപ്പോഴാണ് 1 വരിക? ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും അല്ലെങ്കിൽ അതിന് ഇൻവേഴ്സും കൂടിയിട്ടാണ് അല്ലേ. ഇപ്പം നമ്പറിൻ്റെ കേസാണെങ്കിൽ 1/2, 2 ഇൻറ്റു 1/2 ആണ് 1, 3 ഇൻറ്റു 1/3 ആണ് 1. അതുപോലെ തന്നെ മെട്രിക്സിൻ്റെ കാര്യം വന്നാൽ എയും എ ഇൻവേഴ്സും കൂടി ഗുണിച്ചാലാണ് 1 കിട്ടുക. അപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സിനെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം. എന്താണ്? എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ആയിരിക്കും. എയും എ ട്രാൻസ്പോസും കൂട്ടിയാൽ ഗുണിച്ചാൽ 1 കിട്ടും. എപ്പോഴും 1 കിട്ടുന്ന ഒരാളാണ് എയും എ ഇൻവേഴ്സ് തമ്മിലുള്ള ഗുണനം. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ആയിരിക്കും. സോ ഇങ്ങനെ 2 രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. രണ്ടും ശരിയാണ്. ഓക്കെ, ഇനി ആരാ വരുന്നത്? ഇനി വരുന്നതാണ് യൂണിറ്ററി മെട്രിക്സ്. യൂണിറ്ററി മെട്രിക്സ് ഒന്നുമില്ല, ട്രാൻസ്പോസിന് വരെ ഡാഗർ വരും. അതായത് എ ഡാഗർ ഈക്വൽ ടു 1 അല്ലെങ്കിൽ എ ഡാഗർ എ, രണ്ടും ഒന്ന് തന്നെ. ഓർ നമുക്ക് പറയാം എ ഡാഗർ എന്ന് പറയുന്നതാണ് എ ഇൻവേഴ്സ്. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ ടൈപ്സ് ഓഫ് മെട്രിസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ഇതെന്താ നേരെ വരാത്തത്? നേരെ വരച്ചിട്ടേ പോവുള്ളൂ. ആഹാ, എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വയ്യ. ഓക്കെ, അങ്ങനെ. സോ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് മെട്രിസസ് എന്ന് പറയുന്നത്. നൗ ഫങ്ഷൻസ് ഓഫ് മെട്രിസസ്. എന്താണ് ഫങ്ഷൻസ് ഓഫ് മെട്രിസസ്? ഫങ്ഷൻസ് ഓഫ് മെട്രിസസ് എന്ന് പറഞ്ഞാൽ മെട്രിക്സുകൾ നമ്മൾ ചില ഫങ്ഷനിൽ കൊണ്ടുപോയിടും, എക്സ്പോണൻഷ്യലിൽ കൊണ്ടുപോയിടും, അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യും, ആ nth പവർ ആക്കും, അല്ലെങ്കിൽ പോളിനോമിയലിൽ കൊണ്ടുപോയിടും. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പവർ ആക്കുക, അതായത് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു ആർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു അങ്ങനെ ആർ ടൈംസ്. ഓക്കെ, ആർ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതാണ് പവർ. ഇനി നമുക്ക് എന്ത് പറയാം? പോളിനോമിയൽ പറയാം. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടില്ലേ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3y അങ്ങനെയൊക്കെ എഴുതുന്നത്. അതുപോലെ നമുക്ക് എന്ത് എഴുതാം? സം കോൺസ്റ്റൻറ്റ് a0 പ്ലസ് അത് ഒരു കോഎഫിഷ്യൻ്റ് ഇൻറ്റു എ പ്ലസ് ഒരു കോഎഫിഷ്യൻ്റ് ഇൻറ്റു എ സ്ക്വയർ പ്ലസ് അങ്ങനെ n ടേംസ് an a raised to n. This is equal to some constant m, some matrix m. ഓക്കെ, നമ്മളിങ്ങനെ എഴുതാറില്ലേ, 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 3 എന്ന് എഴുതില്ലേ? അതുപോലെ ലാസ്റ്റ് വൺ നമുക്കുള്ളത് എക്സ്പോണൻ്റ് ആണ്. എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അതിന് എക്സ്പോണൻഷ്യലിൻ്റെ ടൈലർ എക്സ്പാൻഷൻ അറിയണം. എക്സ്പോണൻഷ്യലിൻ്റെ ടൈലർ എക്സ്പാൻഷൻ അറിയാത്തവർ എഴുതി വയ്ക്കൂ.
ഇ റേസ്ഡ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് അപ് ടു എത്രയാണോ അത്ര, ഇൻഫിനിറ്റി വരെയാണെങ്കിൽ ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് കേട്ടോ ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മറന്നു പോരുതേ, ടൈലർ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇത് ഞാൻ മെട്രിക്സിന് കൊണ്ടുവന്നിടുകയാണ്. അപ്പോൾ എന്ത് വരും? ഇ റേസ്ഡ് ടു മെട്രിക്സിൻ്റെ എക്സ്പോണൻഷ്യൽ. എന്താ ഇപ്പോൾ ഈ പറയുന്നത് തോന്നും. അത് വളരെ ലളിതമാണ്. ഈ എക്സ്പാൻഷനിൽ ഇട്ട് കൊടുത്താൽ മതി. എന്താ ഇ റേസ് ടു എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എ പ്ലസ് 1/2 ഫാക്ടോറിയൽ എ സ്ക്വയർ പ്ലസ് 1/3 ഫാക്ടോറിയൽ എ ക്യൂബ് പ്ലസ് എത്രയാ 1/r ഫാക്ടോറിയൽ എ റേസ് ടു ആർ പ്ലസ് അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. കഴിഞ്ഞു. ഫങ്ഷൻ ഓഫ് മാട്രിസസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന 2 ഓപ്പറേറ്ററുകളാണ് കമ്മ്യൂട്ടേറ്ററും ആൻറ്റി കമ്മ്യൂട്ടേറ്ററും. ഓക്കെ, കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ കമ്മ്യൂട്ടേറ്റർ എന്ന് ആദ്യം എഴുതാം. കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എ കോമ ബി എന്ന് എഴുതുകയാണ് ചെയ്യുക. ഇതിൻ്റെ അർത്ഥം എ ബി മൈനസ് ബി എ എന്നാണ്. ഓക്കെ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എ കോമ ബി എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എ ഇൻറ്റു ബി മൈനസ് ബി ഇൻറ്റു എ എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്പെഷ്യൽ കേസ് എഴുതാം. എ കോമ ബി 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എ ബി മൈനസ് ബി എ 0 ആണ്, അല്ലെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ആണ്, അല്ലേ? അതായത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവായി. അപ്പോൾ ചോദ്യമാണ്, എപ്പോഴാണ് ഒരു മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവായി പെരുമാറുക? കമ്മ്യൂട്ടേറ്റർ 0 ആകുമ്പോൾ. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് നേരത്തെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് അയാളെ വിളിച്ചിരുന്നത് എന്ന്? വെരി സിമ്പിൾ. ഓക്കെ, സോ കമ്മ്യൂട്ടേറ്റർ 0 ആയാൽ order of multiplication become irrelevant. When the commutator is 0, commutation between 2 matrices or operators is 0, then the order of operation or order of multiplication is irrelevant. Then ഇനി വരുന്ന ആള് ആൻറ്റി കമ്മ്യൂട്ടേറ്റർ. ആൻറ്റി കമ്മ്യൂട്ടേറ്ററിനെ നമ്മൾ കേളി ബ്രാക്കറ്റ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. കേളി ബ്രേസ് എ കോമ ബി എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി എ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ സ്പെഷ്യൽ കേസ് എന്താ? ഇഫ് ആൻറ്റി കമ്മ്യൂട്ടേഷൻ ഈസ് 0, then എ ബി പ്ലസ് ബി എ ഈക്വൽ ടു 0, അല്ലെങ്കിൽ എ ബി ഈക്വൽ ടു മൈനസ് ബി എ. അതായത് ഓർഡർ മാറ്റിയാൽ മൈനസ് ആയി മാറും. ക്ലിയർ? ഇതാണ് ബേസിക്കലി കമ്മ്യൂട്ടേറ്ററും ആൻറ്റി കമ്മ്യൂട്ടേറ്ററും. കഴിഞ്ഞു. ഇനി എലമെൻ്ററി ഓപ്പറേഷൻ. എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിനകത്ത് നമ്മൾ ഇൻവേഴ്സ് ഒക്കെ കാണുമ്പോൾ പണ്ട് +2 പഠിച്ചിട്ടുണ്ടാവും. റോകൾ തമ്മിൽ മാറ്റുന്നു, കോളങ്ങൾ തമ്മിൽ മാറ്റുന്നു, റോകളെ സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, റോകൾ തമ്മിൽ അല്ലെങ്കിൽ കോളങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. ഈ പരിപാടിയെയാണ് എലമെൻ്ററി ഓപ്പറേറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ എലമെൻ്ററി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? ഇൻ്റർചേഞ്ച്. ആദ്യത്തെ എലമെൻ്ററി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇൻ്റർചേഞ്ച് ബിറ്റ്വീൻ റോസ്. ഓക്കെ, കഴിഞ്ഞു. അല്ലെങ്കിൽ കോളംസ് ഓർ കോളംസ്. ഈ ഇൻ്റർചേഞ്ച് ബിറ്റ്വീൻ റോസ് ഓർ കോളംസ് ഒരു പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ അല്ലെങ്കിൽ പ്രീ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ മെട്രിക്സ് ഒക്കെ ആയിട്ട് പറയാറുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമല്ല. ഓക്കെ, സോ ഒരു എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 റോസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ്
നമ്മളെങ്ങനെ എഴുതാം? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എന്നാണെങ്കിൽ ഞാനിതിന് എഴുതുകയാണ് R1 രണ്ട് ഓപ്പറേറ്റർ എഴുതാം. R1 ഇൻ്റർചേഞ്ച്ഡ് വിത്ത് R3. ഞാൻ റാൻഡമായിട്ട് എഴുതിയതാട്ടോ, ഇന്ന അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. അതായത് ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതെങ്ങനെ എഴുതുക? അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് റോയ്ക്ക് പോലെ തേർഡ് റോ വരും. GHI DEF ABC എന്നാവും മാട്രിക്സ്. അല്ലെങ്കിൽ നമുക്ക് വേറൊന്ന് എഴുതാം, C2 ഇൻ്റർചേഞ്ച്ഡ് വിത്ത് C1. ഇങ്ങനെ എഴുതിയാൽ C1 എന്ന് പറഞ്ഞാൽ ഇയാൾ, C2 എന്ന് പറഞ്ഞാൽ ഇയാൾ, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ എന്ത് വരും? ഈ മാട്രിക്സ് എങ്ങനെയാവും? ആദ്യത്തെ കോളം C2 ആവും, BEH ആവും, ADG ആവും, CFI അവിടെ തന്നെയുണ്ട്. ഇതാണ് ആദ്യത്തെ എലമെൻ്ററി ഓപ്പറേഷൻ. ഇനി വരുന്ന എലമെൻ്ററി ഓപ്പറേഷനാണ് രണ്ട് റോകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കോളങ്ങൾ തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അഡീഷൻ അല്ല, വേണമെങ്കിൽ സ്കെയിൽഡ് അഡീഷൻ ചെയ്യാം. എന്താണെന്ന് പറയാം. ആഡ് അഡീഷൻ ഓഫ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ആഡ് വൺ റോ ടു അനദർ. ആഡ് വൺ റോ ടു അനദർ. റോ തന്നെ ആവണമില്ല കേട്ടോ, കോളവും ആവാം. വൺ റോ ഓർ കോളം ടു അനദർ റോ ഓർ കോളം. ശ്രദ്ധിക്കുക, റോയും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, കോളവും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നേരെ തിരിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്യരുത്. ഒരു കാര്യം കൂടി നമ്മളിവിടെ എഴുതണം. എന്താണ്? സ്കെയിൽഡ് അഡീഷൻ. സ്കെയിൽഡ് അഡീഷൻ ഈസ് അലൗഡ് എന്ന് വെച്ചാൽ എന്താ നോക്കാം. ഇപ്പോൾ ഞാനൊരു മാട്രിക്സ് എഴുതാം. A ഈക്വൽ ടു ABCDEFGHI. ഇതിനെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? R1 ബിക്കം R1 പ്ലസ് R2 എന്ന് എഴുതിയാൽ R1ൻ്റെ സ്ഥാനത്ത് ഞാൻ R1ഉം R2ഉം കൂട്ടിയ വാല്യൂ എഴുതണം. അതായത് A ഫസ്റ്റ് റോയുടെ സ്ഥാനത്ത് സെക്കൻഡും കൂടി കൂട്ടി എഴുതണം. അതായത് A പ്ലസ് D, B പ്ലസ് E, C പ്ലസ് F. രണ്ടാമത്തെ എലമെൻറ്റ് അതുപോലെ തന്നെ DEFGHI. ഇങ്ങനെയാവും നമ്മുടെ മാട്രിക്സ്. ഓക്കെ, ഇതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം? R1 ബിക്കം R1 പ്ലസ് 3R2 എന്ന് എഴുതാം. ഇതിനെയാണ് സ്കെയിൽഡ് അഡീഷൻ. അതായത് ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമ്മുടെ മാട്രിക്സ് എങ്ങനെ വരും? A പ്ലസ് 3D, B പ്ലസ് 3E, C പ്ലസ് 3F, DEFGHI. ഈ രണ്ടെണ്ണമാണ് നമ്മുടെ എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, നൗ പാർട്ടീഷനിങ് ഓഫ് മാട്രിസസ്. ഇത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്, പെട്ടെന്ന് പറഞ്ഞു പോവാം. സപ്പോസ് എ എന്ന് പറഞ്ഞാൽ A11, A11, A12, A21, A22 ആണ്. ബി എന്ന് പറഞ്ഞാൽ B11, B12, B21, B22 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നൊട്ടേഷൻ കൊടുക്കുകയാണ്. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് AB. ഇത് കമ്മ്യൂട്ടേറ്ററുമായിട്ട് എന്ത് ചെയ്യരുത്? കൺഫ്യൂസ് ആവരുത്. വെറുതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തരാതെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് AB എന്ന് തരികയാണെങ്കിൽ അത് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ആണ്. ഇവിടെ പാർട്ടീഷനിങ് എന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. കമ്മ്യൂട്ടേറ്റർ ക്വസ്റ്റ്യൻ പോയി പാർട്ടീഷൻ എഴുതരുതേ. പാർട്ടീഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ പറയും. പാർട്ടീഷനിങ് ഓഫ് മാട്രിസസ് എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എയും ബിയും അങ്ങോട്ട് കൂട്ടിയെഴുതുക പറഞ്ഞാൽ ആഡ് അല്ല, രണ്ടും അടുപ്പിച്ച് എഴുതാം. എന്ത് വരും? ആദ്യം A എഴുതി, A11, A12, A21, A22. എന്നിട്ട് എന്തെഴുതി? B11, B21 ഇങ്ങനെ എഴുതി. കഴിഞ്ഞു. ഇതിപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ. അടുത്തത് AB താഴത്തേക്കാണെങ്കിൽ A ഇവിടെ വരും, B ഇവിടെ വരും. ഇനി ഇതിന് രണ്ടല്ല, ഇങ്ങനെ കുറേ എഴുതാം. അപ്പം എന്ത് വരും? ആദ്യം A, A, പിന്നെ B, B, പിന്നെ B,
പിന്നെ ബി, പിന്നെ എ, പിന്നെ എ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് എഴുതാം എന്നുള്ളൊരു പോസിബിലിറ്റി മെട്രിക്സിനകത്ത് ഉണ്ട് എന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇനി നിങ്ങളിങ്ങനെ ഒരുപാട് എലമെൻ്റ് എഴുതി വിത്ത് എ നമ്പർ ഓഫ് സ്ക്വയർ മെട്രിസസ് വെൻ അറേഞ്ച്ഡ് അലോങ് ദ ഡയഗണൽ ഡിഫൈൻ എ ലാർജർ സ്ക്വയർ മെട്രിക്സ് കോൾഡ് ബ്ലോക്ക് ഡയഗണൽ മെട്രിക്സ്. അതായത് എ ബി സി എന്ന് പറഞ്ഞ 3 ഡയഗണലുകളുണ്ട്. ഇത് മൂന്ന് മെട്രിക്സുകളുണ്ട്. ഇത് മൂന്നും ഞാൻ ഇങ്ങനെ അടുക്കി ഡയഗണലാക്കി വെക്കുകയാണ്, ഒരു വലിയ മെട്രിക്സ് ഉണ്ടാക്കുകയാണ്. ബാക്കി എലമെൻ്റ് എല്ലാം 0. അങ്ങനെയാണെങ്കിൽ അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് വിത്ത് മെട്രിസസ് ആസ് ഡയഗണൽ. ശ്രദ്ധിക്കണം. ഇപ്പോൾ എ ബി ഇങ്ങനെയാണൊരു മെട്രിക്സ് എങ്കിൽ എ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി 0 0 0 0 0 0 0 0 ഇവിടെ സി ഡി എന്ത് വരും, ഇ എഫ് ജി എച്ച്. സോ ഇവിടെ ഇത് ആക്ച്വലി ഒരു ഡയഗണൽ മെട്രിക്സ് അല്ല. ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാവൂ. ഓക്കെ, പക്ഷെ ഇവിടെ ഡയഗണലായി നമുക്ക് മറ്റു മെട്രിക്സുകൾ കാണാം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഡയഗണലായി മെട്രിക്സുകൾ ഇങ്ങനെ ഈ ഒരു കേസാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ഇമേജിൽ നിന്നത് ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, ബ്ലോക്ക് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡയഗണൽ മെട്രിക്സും ബ്ലോക്ക് ഡയഗണൽ മെട്രിക്സും നമ്മൾ കൺഫ്യൂസ് ആവരുത്. ക്ലിയർ? അത്രയേ ഉള്ളൂ മെട്രിക്സ് എന്ന് പറയുന്ന ഭാഗം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻറ്റിലേക്ക് കയറുക. ഓക്കെ, ഡിറ്റർമിനൻസ് കാണാൻ നമുക്കൊക്കെ അറിയാം. എന്നാൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഒരു 2x2 മെട്രിക്സിൻ്റെ 1x1 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നൊട്ടേഷൻ ഞാൻ പറയാം. ഒരു മെട്രിക്സ് നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമ്മൾ എഴുതുക ഇങ്ങനെയാണ്, എ ബി സി ഡി. ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക 2 വരയുടെ ഉള്ളിൽ എ ഇട്ടിട്ടാണ്, മോഡുലസ് ഒക്കെ ഇടുന്ന പോലെ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സിൻ്റെ നൊട്ടേഷനും അതുപോലെ മാറ്റും, വരയുടെ ഉള്ളിലാക്കും എ ബി സി ഡി. ഓക്കെ, ഇതാണ് പരിപാടി. അപ്പോൾ നൊട്ടേഷൻ ആദ്യം ഞാൻ പറഞ്ഞു. ഇനി ഒരു 2x2 എന്ത് വരും നോക്കാം. അപ്പോൾ നമ്മൾ എഴുതിയത് തന്നെ മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി സി ഡി. ഇതെങ്ങനെ ചെയ്യുക? ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക, മീൻസ് മൈനസ് ചെയ്യുക. എങ്ങനെ? ആദ്യം ഡയഗണൽ എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, അതിൽ നിന്ന് ഓഫ് ഡയഗണൽ എലമെൻറ്റ് എഴുതിയത് മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ഡി മൈനസ് ബി സി എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. നൗ വാട്ട് അബൌട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് 3x3 മെട്രിക്സ്? 3x3 ആണെങ്കിൽ 3x3 ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനത് ഇത്രയും എഴുതാനുള്ള മടി കൊണ്ട് ഞാനത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചതാണ്. നോക്കൂ, A11 A12 അങ്ങനെ എല്ലാ എലമെൻറ്റും എഴുതുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് എലമെൻറ്റിനെ സെലക്ട് ചെയ്യുന്നു. A11 എന്ന് പറഞ്ഞ ആളെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ A11 നിൽക്കുന്ന റോയും കോളവും ഒഴിവാക്കുന്നു. ഇപ്പം നമുക്ക് ഒരു 2x2 മെട്രിക്സ് കിട്ടി. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ നമുക്കറിയാം. എങ്ങനെയാ? A22 × A33 മൈനസ് A23 × A32 അല്ലേ? ഇത് മൈനസ് ഇത്. അപ്പോൾ അതിനെ A11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കൂ, A11 × A22 × A23 A33 ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഇതിനെ A11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ്. സിമിലർലി അടുത്തത് ഏത് എടുക്കുക? ആ റോയിലെ രണ്ടാമത്തെ എലമെൻ്റ് എടുക്കുക. എന്നിട്ട് അത് നിൽക്കുന്ന റോയും കോളവും ഒഴിവാക്കുക. ഈ രണ്ടാമത്തെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ മൈനസ് ഓഫ് ദാറ്റ് എലമെൻ്റ് എന്ന് എഴുതണം. ദാറ്റ് ഈസ് മൈനസ് A12 ഇൻറ്റു എന്തെഴുതണം? പിന്നെ ഡയഗണൽ ഇത് ഇൻറ്റു ഇത് A21 ഇൻറ്റു A33 മൈനസ് A23 ഇൻറ്റു A31. ഓക്കെ, അപ്പോൾ അത് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പ്ലസ് A12 A23 A31.
മൈനസ് A12 A21 A33. സിമിലർലി അടുത്തത് എഴുതാം. അടുത്തത് എന്ത് വരും? അടുത്തതിന് വീണ്ടും പോസിറ്റീവ് തന്നെയാണ്. ഇതെടുക്കുന്നു, ഇതെടുത്ത റോയും കോളവും ഒഴിവാക്കുന്നു, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് A13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ആളെ എടുക്കുമ്പോൾ മാത്രം ഒരു നെഗറ്റീവ് കയറി വന്നത് എന്ന് ചോദിച്ചാൽ അവിടെ പെർമ്യൂട്ടേഷൻ എന്നുള്ളതാണ് കാരണം. ഇൻഡെക്സുകളുടെ പെർമ്യൂട്ടേഷൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ പറയാം, -1/i+j ആയിരിക്കും നമ്മൾ എടുക്കുന്ന ആളുടെ സൈൻ. അതായത് ഇപ്പോൾ നമുക്ക് നോക്കാം, A11 ആണെങ്കിൽ -1/ij, i എന്ന് പറഞ്ഞാൽ 1, j എന്ന് പറഞ്ഞാൽ 1, 1 + 1, ദാറ്റ് ഈസ് എന്ത് വരും? 2. -1/2 ദാറ്റ് ഈസ് 1. അപ്പോൾ അയാൾ പോസിറ്റീവ് തന്നെയാണ്. ഇനി -1/2 രണ്ടാമത്തെ ആളാണെങ്കിൽ 1 2 ആണ്. 1ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ 3 ആണ് കിട്ടുക. -1³ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ അയാളുടെ കൂടെ ഒരു മൈനസ് ഉണ്ടായിരിക്കും. ഇനി -1/13 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ വീണ്ടും 1 ആണ്. അയാളുടെ കൂടെ നെഗറ്റീവ് ഉണ്ടാവില്ല. സോ ഇയാളുടെ കൂടെ മാത്രമേ നെഗറ്റീവ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇയാളെ എടുക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും, ഇയാളെ എടുക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും, ഇയാളെ എടുക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും. തമ്മിൽ കൂട്ടിയാൽ, ഇൻഡെക്സുകൾ കൂട്ടിയാൽ ഓഡ് കിട്ടുന്ന ആളുകൾക്ക് കൂടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ലാപ്ലേസ് ജനറൽ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ വിശദീകരിച്ച് എഴുതുന്നുണ്ട്. ഒന്നുമില്ല അതൊന്നും. ഈ സിമ്പിൾ കാര്യം പറയാനാണ് അവർ അത്രയും വിശദീകരിക്കുന്നത്. അത് അത്ര കാര്യമായിട്ട് എടുക്കണ്ട. പിന്നെ എന്ത് ചെയ്യാം? ടെർമിനൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ്റെ പ്രൂഫ് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അത്രയേ ഉള്ളൂ, അതിന് വലിയ കാര്യമൊന്നുമില്ല. നൗ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ +2 പഠിച്ചതാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എയും ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസും ഈക്വൽ ആയിരിക്കും. ട്രാൻസ്പോസ് റോ കോളം തമ്മിൽ തിരിച്ചു എന്ന് വെച്ചിട്ട് റോ കോളം ആവും, കോളം റോ ആവും, അതല്ലേ ട്രാൻസ്പോസ്. അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ഡിറ്റർമിനൻറ്റിന് മാറ്റം വരില്ല. പിന്നെ രണ്ടാമത്തേത് ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഒരു മെട്രിക്സിലെ അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ അതിലെ എലമെൻസിലെ 2 റോകൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ, ദാറ്റ് ഈസ് ഒരു ഇൻ്റർചേഞ്ച് ബിറ്റ്വീൻ 2 റോസ്, ഡിറ്റർമിനൻറ്റിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യും. അതായത് എഴുതൂ, ഇന്റർചേഞ്ചിങ് റോസ് ഓർ കോളംസ് will change sign of determinant. അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞത് ആൾ ഇങ്ങനെയാണ്, A11 A12 A21 A22. ഓക്കെ, നമുക്ക് ഡിറ്റർമിനൻറ്റ് മാത്രം എഴുതിയാൽ മതി. ഡിറ്റർമിനൻറ്റ് എഴുതുമ്പോൾ ഒറ്റ വരേ പാടുള്ളൂ കേട്ടോ. ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഡിറ്റർമിനൻറ്റ് ഓഫ് ഇത് തമ്മിൽ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? A21 A22 A11 A12. ഈ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഡിറ്റർമിനൻറ്റിൻ്റെ മൈനസാണ്. ഓക്കെ, ഇതാണ് പരിപാടി. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവണമെങ്കിൽ ഒരു 3/3 മെട്രിക്സ് എടുക്കാം. എന്നാൽ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. എ എന്ന് പറയുന്ന ആളുടെ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് A11 A12 A13 A21 A22 A23 A31 A32 A33. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് ഞാൻ ആദ്യത്തെ റോയും രണ്ടാമത്തെ റോയും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം എന്ത് വരും? A21 A22 A23, പിന്നെ ആദ്യത്തെ റോ വരും A11 A12
A13, ലാസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല, A31, A32, A33. ഈ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. ഒരു ഇൻ്റർചേഞ്ച് നടത്തിയാൽ മൈനസ് കയറി വരും. ഇതുപോലെ തന്നെ കേട്ടോ കോളം, ഒരു കോളമാണ് തിരിക്കുന്നതെങ്കിൽ മൈനസ് കയറി വരും. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, മൂന്നാമത്തേതായിട്ട് പറയേണ്ടതില്ല ആക്ച്വലി, അത് എന്താണ്? രണ്ട് ഇൻ്റർചേഞ്ചുകൾ നടത്തിയാൽ ആദ്യത്തെ ഇൻ്റർചേഞ്ചിന് ഒരു നെഗറ്റീവ് കയറി വരും, രണ്ടാമത്തെ ഇൻ്റർചേഞ്ചിന് അടുത്ത നെഗറ്റീവ് കയറി വരും. സോ ടോട്ടൽ എഫക്റ്റ് ഇല്ലാതെയാവും, നെഗറ്റീവ് നെഗറ്റീവ് പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഫസ്റ്റും സെക്കൻഡും കൂടി മാറ്റി, പിന്നെ സെക്കൻഡും തേർഡും കൂടി മാറ്റി. ദെൻ മൈനസ് ആദ്യം വരും, പിന്നെയും മൈനസ് വരും, പ്ലസ് ആവും. അത് ഞാൻ ഇനി പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വെരി സിമ്പിൾ. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി വേറെ എഴുതാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിച്ചോളൂ. ഞാൻ ഒരു സ്കെയിലിംഗ് നടത്തുകയാണ്. അതായത് ലാംഡ ഇൻറ്റു എയുടെ ഡിറ്റർമിനൻ്റ് കാണുകയാണ്. ഓക്കെ, എന്ത് വരും? ലാംഡ എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ലാംഡ എ എന്ന് പറഞ്ഞാൽ ലാംഡ A11, ലാംഡ A22, ലാംഡ A33. സോറി, എന്താണ് ഞാൻ എഴുതുന്നത്? ലാംഡ A11, ലാംഡ A12, ലാംഡ A13 അല്ല, എല്ലാത്തിനും ലാംഡ കൂടെ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാട്രിക്സിൽ. ലാംഡ A21, ലാംഡ A22, ലാംഡ A23, ലാംഡ A31, ലാംഡ A32, ലാംഡ A33. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ലാംഡ ക്യൂബ് ഇൻറ്റു A11, A12, A13, A21, A22, A23, A31, A32, A33, അല്ലെങ്കിൽ ലാംഡ ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിറ്റർമിനൻ്റിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ആളെ പുറത്തോട്ട് എടുക്കുമ്പോൾ അത് ഒരു റോയിൽ നിന്നോ ഒരു കോളത്തിൽ നിന്നോ ആണ് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അതായത് ആദ്യത്തെ റോയിൽ നിന്ന് ലാംഡയെ പുറത്തെടുത്തു, രണ്ടാമത്തെ റോയിൽ നിന്ന് അടുത്ത ലാംഡയെ പുറത്തെടുത്തു, മൂന്നാമത്തെ റോയിൽ നിന്ന് അടുത്ത ലാംഡയെ പുറത്തോട്ടെടുത്തു. സോ ടോട്ടൽ ലാംഡ ഇൻറ്റു ലാംഡ ഇൻറ്റു ലാംഡ, ലാംഡ ക്യൂബായി. ഇത് മനസ്സിലുണ്ടാവണം. ഓക്കെ, ക്ലിയർ? അത്രയേ ഉള്ളൂ. സോ സപ്പോസ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണ്. എന്താണ്? എ n/n മെട്രിക്സ് ആണ്. ദെൻ ഫൈൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ എ. എന്ത് വരും? 3/3 മെട്രിക്സിൻ്റെ ഉത്തരം ലാംഡ ക്യൂബ് ഡിറ്റർമിനൻ്റ് എ ആയിരുന്നു. അപ്പോൾ n/n ആണെങ്കിൽ എന്താ ഉത്തരം വരിക? ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ എ എന്ന് പറഞ്ഞാൽ ലാംഡ റേസ് ടു n ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്, പെട്ടെന്ന് ആലോചിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്ത പ്രോപ്പർട്ടി എത്രയാ? നാലാമത്തെ പ്രോപ്പർട്ടി ഡിറ്റർമിനൻ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. നോ ഇഷ്യൂസ്. പിന്നെ അഞ്ചാമത്തത്, ഫോർ എ ഡയഗണൽ എലമെൻറ്റ്, ഫോർ എ ഡയഗണൽ മെട്രിക്സ് സം ഡി ഈക്വൽ ടു, ഡയഗണൽ മെട്രിക്സിനെ ഡി എന്ന് എഴുതാണ്. ലാംഡ 1 0 0 0, ലാംഡ 2 0 0 0, ലാംഡ 3. അതായത് ഡയഗണലിൽ മാത്രമേ ആളുള്ളൂ. ഞാൻ ഇനി ലാംഡ 1, ലാംഡ 2, ലാംഡ 3 എന്ന് വിളിക്കുന്നു. ഇയാളുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ് ആയിരിക്കും. ഡയഗണൽ എലമെൻ്റ് ആണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് നമ്മുടെ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡയഗണൽ എലമെൻ്റ് ആയിരിക്കും ഡിറ്റർമിനൻ്റ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പ്രോപ്പർട്ടി, ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, അതായത് ഇത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഓർക്കാം. എങ്ങനെയെന്നറിയോ? ഡിറ്റർമിനൻ്റ് കണ്ടാൽ കിട്ടിയ ഒരു വാല്യൂ ആണ്.
നമ്മളൊക്കെ പറയുന്ന 1, 2, 3 എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയും ഡീൽ ചെയ്ത് ശീലിച്ച വാല്യൂ ആണ്. അയാളുടെ പ്രോപ്പർട്ടീസ് ഇങ്ങനെയല്ലേ, എ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി എന്ന് എഴുതാം, എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/a എന്ന് എഴുതാം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ മാട്രിക്സ് 1 എന്ന് പറയുന്ന ഭാഗം. ഇതിൽ അനാവശ്യമായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ വെറുതെ വലിച്ച് കൂട്ടിയിട്ടുണ്ട് ടെക്സ്റ്റിൽ. അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഈ ബേസിക് കാര്യങ്ങൾ കൃത്യമായി, അതായത് പിഴവുകളില്ലാത്ത രീതിയിൽ പഠിക്കുക. എന്നിട്ട് ടെർമിനൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ബാക്കി എന്തെങ്കിലും ഹയർ സാധനം ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും ഇത്തരം കാര്യങ്ങൾ വരും. സോ അടിസ്ഥാനപരമായിട്ട് മെട്രിക്സ് 1 എന്ന് പറഞ്ഞ യൂണിറ്റ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്.